മകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന 84-കാരൻ മരിച്ചു. ഇടുക്കി ഗജനാപ്പാറ സ്വദേശി ആണ്ടവറാണ് മരിച്ചത്. മകൻ മണികണ്ഠൻ നിലവിൽ റിമാൻഡിലാണ്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, ഈ പിതാവിനെ മർദ്ദിച്ചു, മകൻ മർദ്ദിച്ചു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസമാണ് വലിയ നടുക്കമുണ്ടാക്കുന്ന വാർത്ത പുറത്തു വന്നത്. ഇപ്പോഴാ പിതാവ് മരിച്ചു എന്ന വിവരം പുറത്തു വരുന്നു. എന്താണ് ലഭ്യമാവുന്ന വിവരങ്ങൾ? രാഹുൽ വിജയൻ. റിജിത്ത്, കഴിഞ്ഞ ഞായറാഴ്ച അതായത് 24-ാം തീയതിയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. രാത്രി 11 മണിക്ക് മദ്യപിച്ചെത്തിയ മകൻ അകാരണമായി പിതാവിനെ ആണ്ടവരെ മർദ്ദിക്കുകയായിരുന്നു. ഫ്ലാസ്കും അതുപോലെ തന്നെ ടേബിൾ ഫാനും ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചു. തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ആദ്യം തമിഴ്നാട് തേനിയിലെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. അവിടെ നിന്ന് ഈ പരിക്ക് ഗുരുതരമായതുകൊണ്ട് തന്നെ മധുര മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ വെച്ച് ഇന്ന് രാവിലെയാണ് ചികിത്സയിലിരിക്കെ ഈ മരണം സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മണികണ്ഠനെ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. പിന്നാലെ കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. നിലവിൽ ഇപ്പോൾ എന്തായാലും ഈ മരണം സംഭവിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ കൊലപാതക കുറ്റം ചുമത്തി വീണ്ടും കേസെടുക്കും എന്നുള്ളതാണ് പോലീസ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ആണ്ടവർ CPM-ന്റെ പ്രാദേശികമായിട്ടുള്ള ഒരു മുതിർന്ന നേതാവാണ്. ഏരിയ കമ്മിറ്റി അംഗമായി ഒരുപാട് വർഷം പ്രവർത്തിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല രാജാക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു ആണ്ടവർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മദ്യപാനത്തെ തുടർന്ന് വീട്ടിലെത്തി ബഹളം വെച്ചപ്പോഴാണ് ഈ ആക്രമണം നടത്തിയത്. മറ്റേതെങ്കിലും തരത്തിലുള്ള മുൻ പ്രശ്നങ്ങളോ കുടുംബ വഴക്കുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീട്ടിൽ ചോര വാർന്നു കടന്നിരുന്ന ആണ്ടവരെ ബന്ധുക്കളാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. റിജിത്ത്, മകന്റെ മർദ്ദനമേറ്റ് മരിച്ചത് ഇടുക്കി ഗജനാപ്പാറ സ്വദേശി ആണ്ടവറാണ്. അദ്ദേഹം ഇടുക്കിയിലെ പ്രാദേശിക CPIM നേതാവ് കൂടിയാണ്. രാഹുൽ വിജയൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.